കഴിഞ്ഞ ദിവസം ന്യൂസ് ഇന്ത്യ മലയാളം ഒരു വാർത്ത കൊടുത്തിരുന്നു. അമേരിക്ക ഉപരോധിക്കാൻ പോവുകയാണ്. എവിടെയാണ്? ഹോർമൂസ് കടലിടുക്കാണ് അമേരിക്ക ഉപരോധിക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ഹോർമൂസ് കടലിടുക്ക് അമേരിക്ക ഉപരോധിക്കാൻ പോകുന്നത് എന്ന ചോദ്യത്തിന് പാകിസ്ഥാനിൽ നടന്ന ചർച്ച പരാജയമായിരുന്നുവെന്നും പാകിസ്ഥാനെ കൊണ്ടൊന്നും ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം നിർത്തുന്നത് കൂട്ടിയാൽ കൂടില്ലെന്നും അതിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഥവാ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം തന്നെ മധ്യസ്ഥത വഹിക്കണമെന്നുള്ളത് കൊണ്ടും ട്രംപിന് ഇന്ത്യയോട് ഇത് പറയാൻ ജാള്യതയുള്ളത് കൊണ്ടും ഇന്ത്യയുടെ കപ്പലുകൾ സുഗമമായി ഇറാൻ കടന്നു വരുന്നത് ഇന്ത്യക്ക് ഒരു ബെനിഫിറ്റ് ആയതുകൊണ്ട് ഇന്ത്യ ഇറങ്ങാതിരിക്കുന്നതും അമേരിക്ക കൃത്യമായി നോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യൻ കപ്പലുകൾ എങ്ങനെയെങ്കിലും തടയുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അമേരിക്ക ഇപ്പോൾ ഹോർമൂസ് കടലിടുക്ക് അമേരിക്ക അടച്ചുപൂട്ടും, അമേരിക്ക ഉപരോധിക്കും, ഒരു കപ്പലുകളും അതുവഴി കടത്തിവിടില്ല എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോഴിതാ ഇന്ത്യക്ക് ഇറാന്റെ ഒരു വമ്പൻ ഉറപ്പാണ് ലഭിച്ചിരിക്കുന്നത്. ആ ഉറപ്പ് ഹോർമൂസിലെ അമേരിക്കൻ ഉപരോധത്തിനിടയിലും ഇന്ത്യൻ കപ്പലുകൾക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ ഞങ്ങൾ അത് കടത്തിവിടുമെന്നാണ് ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് കടക്കാൻ ഇന്ത്യക്കായി സുരക്ഷിത പാത ഇറാന്റെ ഉറപ്പ്, അതായത് ഇറാൻ സുരക്ഷിതമായിട്ടുള്ള പാത ഒരുക്കിയിരിക്കുന്നു. ഇന്ത്യക്ക് ആ പാത ഉറപ്പ് കൊടുത്തിരിക്കുന്നു. കടലിടുക്ക് ഇന്ത്യക്കായി തുറന്നിടുമെന്ന് ഇന്ത്യയിലെ ഇറാൻ അംബാസിഡർ മുഹമ്മദ് ഫത്താലി അറിയിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട റിപ്പോർട്ട്. ദേശീയ മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇറാൻ സൗഹൃദ രാജ്യമായി കണക്കാക്കിയിട്ടുള്ള 5 പേരിൽ ഇന്ത്യയും ഉൾപ്പെടുന്നു എന്നാണ് ഫത്താലി പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ കപ്പലുകളുടെ സുഗമമായ യാത്ര ഉറപ്പാക്കാൻ ഇരു സർക്കാരും തമ്മിൽ നേരിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. പേർഷ്യൻ ഗൾഫിൽ അമേരിക്കൻ ഉപരോധം ശക്തമാകുന്ന സാഹചര്യത്തിലും ഇന്ത്യൻ കപ്പലുകൾക്കായി ഹോർമൂസ് കടലിടുക്ക് തുറന്നിരിക്കുമെന്ന ഉറപ്പാണ് ഇറാൻ നൽകുന്നത്. ഹോർമൂസിലെ ഉപരോധം ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിക്കുമെന്ന മുന്നറിയിപ്പാണ് ഇറാൻ നൽകുന്നത്. ലോകത്തിന്റെ ആവശ്യത്തിനുള്ള ഊർജത്തിന്റെ 1/5 ഇതുവഴിയാണ് കടന്നു പോകുന്നതും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.